പല്ലെടുത്തു കഴിഞ്ഞാൽ കവിളൊട്ടു. ചില ആൾക്കാരെങ്കിലും അതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം ജിമ്മിന് പോകുന്ന ആൾക്കാർ, അവർക്ക് വർക്കൗട്ട് ചെയ്യുമ്പം മസ്കുലർ ഹൈപ്പർട്രോഫിയാണ് വരുന്നത്. അതായത് എവിടെയാണോ വർക്ക് വരുന്നത്, മസിലിൽ എവിടെയാണോ വർക്ക് വരുന്നത് അവിടെ മസിൽ മാസ് കൂടും. നേരെ മറിച്ച് വർക്കൗട്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ മസിൽ ഇട്ട് വെക്കുകയില്ല. ഇനിയിപ്പോൾ പല്ലെടുക്കുന്ന ഭാഗത്തുള്ള ചവയ്ക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലുള്ള മസിൽ അട്രോഫി ആവുക ചെയ്യുന്നത്. അതായത് അത് ശോഷിച്ചു പോകും. അങ്ങനെയാണ് കവിള് ഉൾവലിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത് നമുക്ക്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? പല്ലെടുത്ത് കഴിഞ്ഞ് 3 മാസത്തിൻ്റെ ഉള്ളിൽ റീപ്ലേസ്മെന്റ് ചെയ്യാം. അതായത് റിമൂവബിളോ ഫിക്സഡോ എന്തെങ്കിലും. ഫിക്സഡ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2 പല്ലിന്റെ സപ്പോർട്ടിൽ ഒരു പല്ല് റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ ബ്രിഡ്ജ് ഓപ്ഷനിലേക്ക് പോവാം. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇംപ്ലാന്റിലേക്ക്, അത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും.